الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى على سيدنا سبحان ربك رب العزة عما يصفون. വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, ശ്രോതാക്കൾ, ദീർഘനാളത്തെ ശ്രമഫലമായി മാട്ടിൽ കുടുംബസംഗമം എന്നുള്ള പേരിൽ പരസ്പരം അറിയാനും ഒത്തൊരുമിക്കാനും സ്നേഹം പങ്കിടാനുമൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടികളുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ മാട്ടിൽ മൂസ ഹാജി മകൻ ചെറിയാപ്പു ഹാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മഹല്ലുകാരെ മറ്റേ വിവരങ്ങളുടെ ആദരപൂർവ്വം ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെയധികം പ്രയത്നങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് എന്നുള്ള വാർത്ത നമുക്കറിയാം. സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഈ മഹത്തായ യോഗം, ഈ മഹത്തായ സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് നമ്മുടെ അജണ്ടയിലുള്ള അധ്യക്ഷ പ്രസംഗമാണെങ്കിലും രണ്ടാമതൊരവസരമുള്ളതുകൊണ്ട് ആവശ്യമാണെങ്കിൽ അവസാന സമയത്തിൽ അത് നടത്താം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ സെക്ഷനിലുള്ള വിഷയം കുടുംബബന്ധം ഇസ്ലാമിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സംസാരമാണ്. കാര്യം സ്വാഗത പ്രസംഗത്തിൽ നമുക്കെല്ലാം അറിയാമെങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പരതക്കാടുള്ള വീട്ടുകാർക്കും മറ്റുള്ളവർക്കും അറിയാമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഈ മാട്ടിൽ കുടുംബം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടവരെ എന്ന് പരിചയപ്പെടുത്താണ്. മാട്ടിൽ കുടുംബം എന്ന് പറയുന്നത് 74 വീടാണ്. അതിൽ 33 വീട് പരതക്കാട് പ്രദേശത്ത് 33 മാട്ടിൽ കുടുംബ വീട്ടുകാരാണുള്ളത്. ബാക്കി ഭൂരിപക്ഷം വീട്ടുകാരും ഒരു 10-15 വീട്ടുകാരുണ്ട് വയനാട് ജില്ലയിൽപ്പെട്ട കൽപ്പറ്റ പോണത്തെ പ്രദേശങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട കുറ്റിക്കാട്ടൂരിൽ നിന്ന് കുറേ വീട്ടുകാരുണ്ട്. 33 വീട് കഴിച്ചിട്ട് ബാക്കി 40-41 വീട്ടുകാർ കോഴിക്കോട് ജില്ല. അതുകൊണ്ട് തന്നെ അരീക്കോട് പോണത്തെ പ്രദേശങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ്. ഇന്നലെയും ഇന്നുമായിട്ടാണ് അവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ഇന്ന് നമ്മുടെ ഈ പരിപാടി ഏകദേശം ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ച പ്രകാരമാണെങ്കിൽ 4 മണിക്ക് തീർക്കാം എന്നുണ്ടെങ്കിലും നമ്മുടെ പരിപാടി തുടങ്ങാൻ അല്പം താമസിച്ചതുകൊണ്ട് ഏകദേശം ഒരു 5 മണി 5-5:30 6 മണിൻ്റെ വരെ നമ്മുടെ പരിപാടികൾ നീണ്ടു നിൽക്കും. അതുവരെ എല്ലാവരും ഈ പരിപാടിയായി വിട്ടു നിന്ന് വന്നവരും സഹകരിക്കണമെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ടവരോട് അപേക്ഷിക്കാനുള്ളത്, ഇത്രയും ദൂരത്ത് നിന്ന് കൂടുതലും സ്ത്രീകളും പുരുഷന്മാരുമാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതകാലത്ത് അവരെ കാര്യമായിട്ട് ഈ കുടുംബത്തിൽ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് കൂടുതൽ അവരെ ഹൃദയത്തിലേക്ക് എന്നും നിലനിൽക്കാൻ പറ്റിയ ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാളെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റവാക്കിൽ തന്നെ ആ സ്വാഗത സംഘത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ഇവിടെ പരതക്കാടുമായിട്ട് 2-3 പരിപാടിയിൽ ക്ലാസ് എടുത്ത് പലർക്കും കേട്ട് പരിചയമുള്ളവരും ബഹുമാനപ്പെട്ട മാസ്റ്ററുകൾക്ക് കുറേ ആൾക്കാർ പരിചയമുള്ളതുമായ ബഹുമാനപ്പെട്ട കൊട്ടപ്പുറം അബ്ദുള്ള മാസ്റ്റർ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഐക്യകണ്ഠ്യേന തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ടവർ ആ ക്ഷണം പറഞ്ഞ സമയത്ത് തന്നെ സ്വീകരിക്കുകയും ചെയ്ത്. അപ്പോൾ ഇവിടെ കൂടുതലും സ്ത്രീകളാണുള്ളത്.
പറയാനുള്ളത്, അവർ തന്നെ വയനാട്ടിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങളിൽ വന്നുകൊണ്ടാണ്. അതുകൊണ്ട് കാര്യമായിട്ട് ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരെ ഉണർത്തുകയാണ്. സഹോദര പ്രസംഗത്തിൽ ഇവിടെ മാട്ടിൽ കുടുംബത്തിൻ്റെ വീടിൻ്റെ എണ്ണമൊന്നും പറയാത്തത് കൊണ്ടാണ് 74 വീടുണ്ട്. അത് കൂടുതലും വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന സ്ത്രീകളും കുട്ടികളാണ്. അപ്പം അവരെ കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിലക്കുള്ള കുടുംബ ബന്ധം ഇസ്ലാമിലാണ് ഇതിൻ്റെ വിവക്ഷ എന്താണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ ഒരു 1.5 മണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ സമയം ഉദ്ദേശ സമയം ദേശം വൈകിയാലും ഞങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ 1.5 മണിക്കൂർ തന്നെ ക്ലാസ് എടുത്ത് തന്നെ നിന്ന് വളരെ വിനീതമായി വണക്കമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആദരപൂർവ്വം ബഹുമാനപ്പെട്ട കൊട്ടൂക്കര ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുള്ള മാസ്റ്റർ കൊട്ടപ്പുറത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മാട്ടിൽ തറവാട്ടിലെ കാരണവന്മാരെ, ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, വളരെ സന്തോഷകരമായ ഒരു സംഗമമാണ് ഇത്. ആത്മീയത കൊണ്ട് ശുദ്ധമായ, സമാധാനം കൊണ്ട് സമ്പുഷ്ടമായ കുടുംബജീവിതമാകുന്നു എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന വിധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ സംവിധാനിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവൻ്റെ സ്വാലിഹീങ്ങളായ ഇബാദുകളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി തരട്ടെ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ശക്തി വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താം. നിങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആയിൽ ഉൾപ്പെടുത്തുന്ന വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ മഹത്തായ ഈ പരിപാടിയിൽ നമ്മൾ ഇതുവരേക്കും കേട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ചെറിയാപ്പുവാജി, ഇവിടെ സംഗമിച്ച മാട്ടിൽ കുടുംബ അംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ പട്ടാക്കൽ ഹംസ. പട്ടാക്കൽ ഞങ്ങൾ ഇവിടെ 5 കുടുംബമാണ്. ആ 5 കുടുംബത്തിൽ നിന്ന് ആളായിട്ടാണ് എന്നെ ക്ഷണിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ചും ഇവിടെ ഒരുമിച്ച് കൂടിയ മാട്ടിൽ കുടുംബത്തെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി الفائزين بالله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. അഭിയന്തരായ അധ്യക്ഷൻ ചെറിയാപ്പുവാജി സാഹിബ് അവറുകളെ, ആശംസകൾ അർപ്പിച്ച മഹൽ വ്യക്തിത്വങ്ങളെ, മാട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുക, അതാണ് വാസ്തവത്തിൽ കുടുംബം എന്ന് പറയുന്നത്. ആ ഇമ്പം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പലരും കുറേ സമയം ചെലവഴിച്ച് തിരിച്ചു പോവുക എന്നതിലുപരി പരമാവധി സമയം നമ്മൾ തമ്മിൽ ബന്ധപ്പെടുവാനും എങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള കുടുംബബന്ധം എന്ന് മനസ്സിലാക്കാനും വേണ്ടി ചെലവഴിക്കണമെന്നാണ് എനിക്ക് ഒന്നാമതായി പറയുവാനുള്ളത്. മാട്ടിൽ ഹൈദർ ഉപ്പാപ്പ സാഹിബിൻ്റെ
2 ഭാര്യമാരിലായിട്ടുള്ള 12 മക്കൾ. ആ 12 മക്കളിൽ 10 പേരും പുരുഷന്മാരാണ്, 2 സ്ത്രീകളും. അതിൽ ഒരു മകളെ കല്യാണം കഴിച്ചയച്ചത് ഉഗ്രപുരത്തേക്കാണ്, അരീക്കോട്. ആ ഉമ്മാമ്മയുടെ പേര് കുഞ്ഞാത്തുട്ടി അഥവാ കുഞ്ഞാത്തുമ്മ. ആ കുഞ്ഞാത്തുമ്മ ഉമ്മാമ്മയുടെ 6 മക്കള്. 1 ഉമ്മാച്ച, 2 ചേക്കാലി, ഉമ്മത്തി, കദിയ, ഹൈദർ, പാത്തു. അതിലെ മൂത്ത മകളായ ഉമ്മാച്ച ഇവിടെ മക്കളാണ് KC അലവി മൗലവി, അബൂബക്കർ മൗലവി, മുഹമ്മദ്, കുഞ്ഞീരിമ്മ, കുഞ്ഞാത്തു. ആ KC അബൂബക്കർ മൗലവിൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഈ കുടുംബ സംഗമം തീരുമാനിച്ച് 1 വർഷം മുമ്പേ ഞങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ മാട്ടിൽ കുടുംബം, അപ്പോൾ മാട്ടിൽ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് അയക്കുന്ന പെൺകുട്ടികളൊക്കെയുള്ള ബന്ധം മുറിഞ്ഞു പോവാണെന്ന് ഞാൻ ചോദിച്ചു. ഇത് മാട്ടിൽക്കാരെ ചോരയാണല്ലോ. പക്ഷേ മുസ്ലിം നിയമപ്രകാരം നമ്മൾ പിതാവിൻ്റെ പേരാണ് നമ്മുടെ ഇനീഷ്യലായിട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഉമ്മമാരായിട്ടുള്ള ബന്ധമൊക്കെ മുറിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മാട്ടിൽക്കാരുടെ പെൺമക്കളുണ്ടാവും. അവരെ കെട്ടിച്ചയക്കുന്നതോടുകൂടി അവരായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല. ഉമ്മ വകയിലും ഉപ്പ വകയിലുമുള്ള കുടുംബങ്ങൾ അറബികൾ എണ്ണി പറയും. കുടുംബം എൻ്റെ ഉമ്മ വകയിൽ ഞാൻ ഇന്ന സ്ഥലത്ത് മുറൽ ഫാറൂഖിലേക്ക് ചേരും, ഉപ്പ വകയിൽ ഞാൻ ഇന്നതിലേക്ക് ചേരും. 2 കുടുംബവും നോക്കിയിട്ടാണ് കുടുംബ സംഗമം സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പോൾ ഒന്ന് കൊളവട്ടൂർക്കാണ് ഒരു ഉമ്മാമനെ കെട്ടിച്ചത്. ഇപ്പോൾ അത് കണ്ടെത്തി, അതിൽ ഉൾപ്പെടുത്തി അതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സന്ദർഭത്തിൽ ഒരു സംഗതി ഓർമ്മ വരികയാണ്. ഞങ്ങൾ ചെറിയ കുട്ടികളായപ്പോൾ തന്നെ നമ്മുടെ കുടുംബം മുഴുവൻ പരതക്കാട്ടാണ് എന്ന് വാപ്പയും മൂത്താപ്പയൊക്കെ പറയുന്നത് കേട്ട് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആരാണ് കുടുംബക്കാരെന്ന് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്ന് മൂത്താപ്പയുടെ മരണം എല്ലാ കുടുംബവും അറിയുന്ന ആളായിരുന്നു അദ്ദേഹം. അതിനുശേഷം ചെറിയ മൂത്താപ്പ മൂസാജിനെ കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. പിന്നെ മൂസാജി മരിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രയാസപ്പെട്ട് അതിനുശേഷം വാപ്പയും മരിച്ചു. ഈ കുടുംബം അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഞങ്ങൾ. ഇതിൽ തന്നെയുള്ള ഒരു ഉമ്മ വയനാട് ഭാഗത്താണ്. അത് ഞങ്ങൾ പോയി കണ്ടെത്തിയതാണ് പിന്നീട്. അപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ മരണം. മരിച്ചപ്പോൾ എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ വന്നവരൊക്കെ കണ്ടു, പുറത്തേക്ക് പോയി. പക്ഷെ അതിലൊരു മനുഷ്യൻ മാത്രം നല്ല തലപ്പാവും നല്ല വെള്ള വസ്ത്രവും ധരിച്ച് തടിച്ച ഒരാൾ എൻ്റെ വീട്ടിൽ ഓഫീസ് റൂമിൽ അവിടെ വന്ന് ആധികാരികമായിട്ട് അവിടെ ഇരുന്നു. അല്ലാത്തവരൊക്കെ വന്ന് മയ്യത്ത് കണ്ട് പുറത്തിറങ്ങി അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം വളരെ ആത്മാർത്ഥമായി ആധികാരികമായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ മയ്യത്തെടുത്തു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ പോന്ന് മയ്യത്ത് മറമാടി അദ്ദേഹം തിരിച്ച് ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പോന്നു. മറ്റുള്ളവരൊക്കെ പിരിഞ്ഞുപോയി. ഭക്ഷണം അടുത്ത വീട്ടിലുണ്ടാക്കിയിരുന്നു. അവർക്ക് ക്ഷണിച്ച് അവിടെ പോയി ഭക്ഷണം കഴിച്ച് വീണ്ടും അദ്ദേഹം വരികയാണ്. അദ്ദേഹം വളരെ വക്കാറോട് കൂടിയിട്ട് തസ്ബീഹും കാര്യമൊക്കെ ആയിട്ട് ദിക്റുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അനിയന്മാരെ ചോദിച്ചു, കാക്കാക്ക് പരിചയമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെ ഞാൻ വേറെ ഒരാളോട് അദ്ദേഹം ആരാന്നൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മാട്ടിൽ അലവി ഹാജിയാണ്, ഇവരും ഞങ്ങളുമായിട്ട് അടുത്ത കുടുംബമാണ്, അത് അറിയുന്നവരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഓടി വന്നതാണ്. എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ് KC. ഞാൻ ഈ അവസ്ഥയിലേക്ക് വരാൻ നിമിത്തമായൊരു മനുഷ്യനാണ്. ചെറുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്ന് ഞാൻ പഠിച്ചോനി ഇനി ആർക്കാതെ അറിയാം, സങ്കടം കൊണ്ട് ഞാൻ വന്നതാണ്. വളരെ സന്തോഷമായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഫോൺ നമ്പർ വാങ്ങി, പിന്നെ നിരന്തരം ബന്ധപ്പെട്ട് അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹമോ വിവാഹ നിശ്ചയമോ എന്തൊരു കാര്യം നടന്നിട്ടെങ്കിലും ഭരതക്കാട്ട് നിന്ന് മാട്ടിൽ ഹൈദരാജി സാഹിബ് പിന്നെ അലിബിയാജി സാഹിബ് കൂടാതെ ഒരു പരിപാടി നടന്നിട്ടില്ല. അത് ഇതുവരെ ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള ആൾക്കാരും കൂടി ആ ബന്ധം ചേർത്തിയാൽ വളരെ സന്തോഷമായിരിക്കും. ഈ ബന്ധങ്ങൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. ഇപ്പൊ ബന്ധങ്ങൾ മുറിക്കാനുള്ള കാരണം എന്താ? ഒന്നാമത്തത്, ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ പലതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി, അതുപോലെ രാഷ്ട്രീയം പലതാണ്.
ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് മനുഷ്യന്മാരെ കുടുംബങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എൻ്റെ ചോരയാണ്, എൻ്റെ കുടുംബമാണ് എന്നുള്ള നിലക്ക് ഒന്നിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകത. അല്ലാതെ ഒരാളുടെ വിശ്വാസം, ഒരാളുടെ രാഷ്ട്രീയം അതൊക്കെ മാറ്റി വെച്ചിട്ട് നാട്ടിൽക്കാർക്ക് യോജിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഖിയാമത്ത് വരെ കഴിയില്ല. അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ എൻ്റെ ചോര, എൻ്റെ കുടുംബം എന്നുള്ള നിലക്ക് യോജിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്, പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. എൻ്റെ ഉപ്പയൊക്കെ ചെറിയതായപ്പോൾ ഇവിടെ വന്ന് താമസിക്കും കുറേ ദിവസം, ഒരു കൊല്ലത്തിൽ. പിന്നെ അത് പോയി അണുകുടുംബങ്ങളായി. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി, രണ്ടാമത്തത് ഇപ്പോഴൊന്നും വേണ്ട, മൂന്നാമത്തത് വേണ്ട. അങ്ങനെ അവര് ഒരു ഫ്ലാറ്റിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുക, സ്വന്തത്തിലേക്ക് ചുരുങ്ങുക. ചുമരിന്റെ അപ്പുറത്തുള്ളവർ ആരാണ് ആർക്കും അറിയില്ല, അവിടെ ജീവനുണ്ടോ മരിച്ചോ എന്നും അറിയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ എത്തിയ ഈ സാഹചര്യത്തിൽ വളരെ വിശാലമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിജീവികൾ, ഞാൻ അവരെ എന്നും പ്രശംസിക്കും. വളരെ ദൂരെ പോയിട്ട് തൻ്റെ കുടുംബത്തിന്റെ വേരുകൾ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായി രേഖപ്പെടുത്തി അത് പ്രിന്റ് ചെയ്ത് അത് സമർപ്പിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, വളരെ ശ്ലാഘനീയമായ സംഭവമാണ്. അള്ളാഹുവിന്റെ പക്കൽ വലിയ ഗുണം കിട്ടുന്നൊരു സംഗതി. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്വന്തം ഭാര്യ ഖദീജ ബിബി അഭിമാനത്തോടു കൂടി പറഞ്ഞ സംഗതിയാണ്. അദ്ദേഹം ഹിറാ ഗുഹയിൽ പോയി അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങി മാനം മുട്ടുന്ന മാലാഖയെ കണ്ട് പേടിച്ചു വിറച്ചു പലിച്ചു വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഖദീജ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ബലമായും സംശയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബിബി അദ്ദേഹത്തിന് എണ്ണി പറഞ്ഞ വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുകയില്ല. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, അഗതികളെ സൽക്കരിക്കുന്നയാളാണ്, യതീമുകളെ സംരക്ഷിക്കുന്നയാളാണ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞാൽ നിവൃത്തിയുണ്ടാക്കി കൊടുക്കുന്നയാളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരാപത്ത് സംഭവിക്കുകയില്ല. എന്താ കാരണം? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്. അതിന്റെ പ്രത്യേകത. റസൂലുള്ളാഹിന്റെ ദഅവത്തിന്റെ രംഗത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹം ഒറ്റപ്പെടുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും വേണ്ടി എൻ്റെ ആദർശം നിങ്ങൾക്ക് വേണ്ടി പണയം വെക്കുകയില്ല. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതേസമയം ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം, കുടുംബ ബന്ധം നനച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഉണങ്ങാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ഏത് കൊടിയ കാഫിരികളാണെങ്കിലും രക്തബന്ധമാണ്, അത് ഞാൻ നനച്ചുകൊണ്ടേയിരിക്കും. ഉണങ്ങാൻ ഞാൻ അനുവദിക്കുകയില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ആദർശം, എൻ്റെ അഖീദ, എൻ്റെ വിശ്വാസം കടുമണി തൂക്കം ഞാൻ പണയം വെക്കുകയും ചെയ്യുകയില്ല. അപ്പൊ ആരായാലും കുടുംബമാണ്, അത് മുറിഞ്ഞു പോകുമല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് ചിന്താഗതിക്കാരനായാലും എൻ്റെ കുടുംബം എന്നുള്ളതൊക്കെ ഒരു യോജിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ഷൂറാണ്, വളരെ അത്യാവശ്യമാണ് ഒരു മുഷാവറ. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മുമ്പിൽ വന്നിരുന്നിട്ട് അത് കേൾക്കുക എന്നുള്ളൊരു സന്മനസ് എല്ലാവർക്കും വേണം. കുറെ ആൾക്കാർ അതിനടുക്കണം, കുറെ ആൾക്കാർ ഇങ്ങനെ ബിരിയാണി വെക്കണ പണി ആയിട്ട് അങ്ങനെ പോയി, അവർക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. കുറെ ആൾക്കാർ അങ്ങനെ. അപ്പൊ നമ്മൾ എത്രയും സമയം ചെലവാക്കേണ്ടത് നമ്മൾ തമ്മിൽ പരിചയപ്പെടാനാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ രണ്ടു തരം അനുഭവം. ഒന്ന്, കയറി വന്നപ്പോൾ തന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഒരു പരിചയമില്ലാത്ത ചെറുപ്പക്കാർ വന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇരിക്കി എന്ന് പറഞ്ഞ്, അത് വല്ലാത്തൊരു സന്തോഷം. വേറെ ചില ആൾക്കാർ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാവും ഇങ്ങനെ ഒരു രണ്ടാമത് പുതുക്കി ഉണ്ടാക്കുന്ന ഒരു കുടുംബ ബന്ധമാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ ഉണ്ടാതെ ഇങ്ങനെ കണ്ണു കൂട്ടിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ്. വലിഞ്ഞു കയറി വന്നതാണ്, ഉമ്മ കുടുംബമാണല്ലോ, ഇച്ചത് കണക്കിലെടുത്തിട്ടുമില്ല. ഒരു മാറ്റിക്കാരെന്ന് മനസ്സിലാക്കിയത്, കെട്ടിച്ചുപോയ പെണ്ണുങ്ങളൊക്കെ പുറത്തുപോയി എന്ന് മനസ്സിലാക്കിയതാണ് എന്ന് തോന്നിപ്പോയി. അപ്പൊ രണ്ടു തരം സമീപനാണ്. അപ്പൊ ഈ കൂടി എല്ലാവരും നമ്മുടെ ചോരയാണ്. അപ്പൊ എന്താ ഒന്ന് ചിരിച്ചാലുള്ള മുടക്കി ഒന്ന് ചിരിക്കുക. എവിടെയാണ്? ഒരു വണ്ടി പഞ്ചറായി വയനാട്ടിൽ, നട്ടപ്പാതിര നേരാണ്. ഒന്ന് നോക്കിയാൽ പറയാം നമുക്ക് ആരാ നമ്മളെ വയനാട്ടിൽ. രാത്രി അവിടെ ഒന്ന് കടന്നുറങ്ങി, രാവിലെ വണ്ടി, എന്തൊരു സുഖം. ഇത് പരന്ന് കിടക്കുക, എവിടെ ചെന്നാലും കുടുങ്ങൂലട്ടോ. അവിടെ ചെന്നാലൊക്കെ നമ്മുടെ ആൾക്കാരാണ്. പക്ഷെ അതൊന്ന് പഠിക്കണം. ഇവിടെ വന്ന് എല്ലാവരും കൂടി ചോറും വെച്ച് പിരിഞ്ഞു പോയി എന്താ അതുകൊണ്ട് കാര്യം? നമ്മൾ തമ്മിൽ ശരിക്കൊന്ന് ബന്ധപ്പെടണം, ഒന്ന് പരിചയപ്പെടണം. എവിടെയാണ്? എല്ലാവരും തമ്മിൽ ഫോൺ നമ്പറുകളൊക്കെ ഒന്ന് കൈമാറണം. അതും കൂടെ ഈ കമ്മിറ്റി മുൻകൈ എടുത്തിട്ട് എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് അതും കൂടി പ്രിന്റ് ചെയ്ത് കൊടുക്കണം. ആ ബന്ധം ഇങ്ങനെ വളർന്നു വരും. അത് വലിയ ഹൈറുണ്ടാകും, വർക്കത്തുണ്ടാകും.
ആ നിലക്കായിരിക്കണം നമ്മുടെ സംഗമങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇവിടെ അതിനുള്ള സമയമല്ല, ഒരു ആശംസയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എവിടെന്നെങ്കിലും കണ്ടിട്ട് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്നെ വെച്ചുകൊണ്ട് ചോദിച്ചാൽ അതുകൊണ്ട് ആ ആള് ചെറുതാവില്ല, മറ്റോ വലുതാവില്ല. ബാക്കി കുറൊക്കെ അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നമ്മളൊരു കുടുംബമാണ്. അത് ആങ്ങളൻ്റെതായാലും പെങ്ങളതായാലും ഒക്കെ ചോര ഒന്നാണ്, ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. അത് മുറിച്ചാൽ മുറിയാത്ത ബന്ധമാണ് എന്നുള്ള നിലക്ക് ഈ 2 മാമ്മമാര്, മറ്റുള്ള ഹൈദർ ഉപ്പാപ്പാന്റെ 2 പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ തുല്യ പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇത് നമുക്ക് വിപുലീകരിക്കണം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തക്കതായ പ്രതിഫലം റബ്ബുൽ ആലമീനായ തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സെക്ഷനിൽ നന്ദി പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻകുട്ടി വാക്കബി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യക്ഷൻ ശരിയാപ്പു ഹാജി അവരുകളെ, മറ്റു നാട്ടിൽ കുടുംബാംഗങ്ങളെ, മറ്റു കുടുംബത്തിലെ പ്രതിനിധികളെ, ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചു. ഇതിൻ്റെ നന്ദി പറയൽ കർമ്മമാണ് വിനീതനായ എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ കർത്തവ്യം മാത്രം ഞാൻ നിർവഹിക്കുന്നു. ഞാൻ എൻ്റെ സംസാരത്തിന് വിരാമം കുറിക്കുന്നു. ഈ പരിപാടിയിൽ ഇതേവരെ ക്ഷമിച്ചിരുന്ന് ഇതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ, അതുപോലെ തന്നെ ക്ലാസ് എടുത്തവർ, അതുപോലെ ആശംസ പ്രകടിപ്പിച്ച മറ്റു കുടുംബക്കാർ, ബന്ധപ്പെട്ട ആളുകൾ, വിഷമം സഹിച്ചുകൊണ്ട് പല നാട്ടിൽ നിന്നും എത്തിച്ചേർന്നവർ, എല്ലാവർക്കും ഈ സെക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് നമുക്ക് വിദ്യാഭ്യാസ ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് 15 മിനിറ്റ് നേരം, നമ്മൾ വെറുപ്പിക്കൂല, വെറും 15 മിനിറ്റ് നേരം ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താണ്. അദ്ദേഹം എൻ്റെ വാപ്പാന്റെ ജ്യേഷ്ഠൻ്റെ ഒരാൾ അരീക്കോട് പോയി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഐദറു എന്നയാളുടെ മകൻ ആണ് മൻസൂർ മാസ്റ്റർ. അദ്ദേഹം പ്രിൻസിപ്പാൾ GHSS കാരക്കുന്ന് GSSS പ്രിൻസിപ്പാളാണ്. അദ്ദേഹം നിങ്ങളോട് 15 മിനിറ്റിൽ കവിയാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കും. ബഹുമാന്യനായ ചെറിയപ്പാജി, മറ്റു സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമുക്ക് ഈ വൈകിയ വേള എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഒരു മുഷിഞ്ഞൊരവസരം, ആ അവസരത്തിലാണ് ഏറ്റവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ബോധവൽക്കരണം. അപ്പോൾ നമുക്ക് വളരെയധികം അറപ്പോട് കൂടിയിട്ട് കേൾക്കുന്ന ഒരു വിഷയമാണ്. കാരണം അറിവ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ കളഞ്ഞു പോയ മുതലാണ്. അത് എവിടെ കണ്ടാലും നിങ്ങൾ പെറുക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നബിവചനം. അതോടൊപ്പം തന്നെ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ സീനയിലല്ല, ഇന്നത്തെ ചൈനയിൽ വരെ പോയിട്ട് വിദ്യ അഭ്യസിക്കണം പറയുന്ന ഹദീസിനെ പോലുള്ള ഒരു വചനം. അതുപോലെ തന്നെ അതായത് ഖുർആൻ തന്നെ അവതരിപ്പിക്കപ്പെട്ടത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതായത് നിന്റെ സൃഷ്ടാവ് അത് നിന്നെ എങ്ങനെ ഏത് രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഇതൊക്കെ നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസപരമായ ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഈ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ഒരു സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പുണ്ടാവുന്ന സന്ദർഭത്തിലാണ് ആത്മീയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അപ്പം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, ഏറ്റവും ഉത്തരം ലഭ്യമാവുന്ന ഒരു പ്രാർത്ഥനയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. അതായത് നമുക്ക് ദുനിയാവിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നീ എനിക്ക് നന്മ ചെയ്യണം, ആഖിറത്തിൽ നന്മ ചെയ്യണം, നരകത്തിൽ തന്നെ കാക്കണം എന്നാണ്. അപ്പം ആത്യന്തികമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോക മോക്ഷമാണ്. അവിടെ വിജയിച്ചാൽ മാത്രം ഒരു ശാശ്വതമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കാം. അപ്പം അതിനുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല ഉപാധികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം
പിന്നെ ഖുർആനിലൊരു ചോദ്യം, അറിവില്ലവൻ അറിവില്ലാത്തവൻ എങ്ങനെയാണ് തുല്യമാണ്. അപ്പൊ ആത്യന്തികമായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ മനസ്സിലാക്കുക, ആ ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളുക, അതിന് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന പല കാര്യങ്ങളും. അപ്പൊ ഇത് പഴയ കാലത്തെ സഹാബികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉത്ഭവിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 8-10 നൂറ്റാണ്ടുകളോളം അറബിയ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഈ വിജ്ഞാനത്തിന്റെ കേദാരമായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുള്ള ഇന്ന് കാണുന്ന പിന്നെ അതായത് നമ്മുടെ അറിവിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായിട്ട് നമ്മള് പിന്നെ ഇന്ന് ഈ ഡമസ്കസ് മുതൽ നമ്മളിപ്പോ ഇന്ന് പിന്നെ ഇന്ത്യയിൽ വരെ കാണുന്ന ന്യൂഡൽഹിയിൽ വരെ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലെ പിന്നെ പ്രതിഫലനങ്ങളാണ്. അതായത് എങ്ങനെ, അതായത് ആത്മീയമായിട്ടുള്ള ഇപ്പൊ നമ്മള് പറയാറുണ്ട് പിന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ടത്തെ കാലത്തിൽ ഇമാം ഗസാലി, ഇബ്നുൽ നസാരി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഓരോ ആൾക്കാരും തൊഴിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഒഴുകിയിരുന്നു. അപ്പൊ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളിൽ വളരെ പിന്നെ അതായത് നമുക്ക് വളരെയധികം ഉന്നതങ്ങളിൽ എത്താനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പോലെ നമുക്ക് പഠിക്കാൻ കഴിയാത്ത ഒരാൾക്കാരാണ് ഇന്ന് നമുക്ക് പല രൂപത്തിൽ എന്താണ് അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോ പിന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം പിന്നെ കുടുംബ സദസ്സുകളിലൊക്കെ 4ാം ക്ലാസ്സും 7ാം ക്ലാസ്സും അതുപോലെ തന്നെ 10ാം ക്ലാസ്സും പോലുള്ള പരീക്ഷകൾ എഴുതിക്കാം. അപ്പൊ അതിന് നമ്മളിപ്പോ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെ പിന്നെ ഇതിലിപ്പോ ഇതിന്റെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ആൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകിച്ച് അതിൽ ഈ സ്ത്രീകളതില് ധാരാളമായിട്ട് എൻറോൾ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാവുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ ലോകത്ത് തന്നെ വലിയൊരു ആത്മവാക്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ വീട്ടിന്റെ വിളക്ക്. അല്ല, ആരും മിസ്ബാഹ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പിന്നെ നിങ്ങൾ പിന്നെ വേറൊന്നൊരു വിവേചനമുള്ളത്, നിങ്ങൾ പുരുഷനെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിനെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീയെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം സ്ത്രീകളുടെ സാന്നിധ്യം വീട്ടിൽ കൂടുതൽ സമയം ഉണ്ടാവും. ആണുങ്ങളൊക്കെ ജീവിത സന്ധാരണ പ്രക്രിയക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പെണ്ണുങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ പകർന്നു കൊടുക്കുന്ന വലിയൊരു തലമുറനെ അതിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് എന്റെ വാപ്പ യഥാർത്ഥത്തിൽ അരീക്കോട്ടേക്ക് കൂടിയേറിയുണ്ട്. ചമ്രകാട്ടൂർ വന്നു, അങ്ങനെ ജോലി ആവശ്യത്തെ അരീക്കോട് എത്തിച്ചേർന്നു. ആ അരീക്കോട് എത്തിച്ചേർന്നു. അരീക്കോട്ടെ ആ സാംസ്കാരികമായിട്ടുള്ള ഉന്നതി പിന്നെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലൊക്കെ വളരെ ഖ്യാതി കേട്ടതാണ്. അപ്പൊ അവിടെ എത്തപ്പെട്ടത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളെ മുമ്പിക്കുന്നത്. നമ്മളിപ്പോ ഈ ചമ്രകാട്ടൂര മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ അതായത് ഇങ്ങനത്തെ അതായത് ഭൗതിക വിജ്ഞാന രംഗങ്ങളിൽ ഉന്നതികളിൽ എത്താൻ ഒരിക്കലും പിന്നെ സാധ്യമല്ല എന്നാണ് ഇന്നത്തെ യഥാർത്ഥത്തിലെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം പിന്നെ അതായത് ധാരാളം സന്ദർഭങ്ങൾ ഇപ്പൊ ഒരു SLC ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പല ജോലികൾ നമ്മൾ ഗൾഫിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വളരെ ഈ കൈത്തൊഴിലുകൾ, ഹെൽപ്പർ, അതായത് ഹോട്ടലുകളിലൊക്കെയാണ് നമ്മളെ ആൾക്കാരെ കൂടുതലായിട്ട് കാണുന്നത്. അതായത് പോയി നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താണ് 1-2 കൊല്ലം ചെറിയ ഒരു ITCയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ള ചെറിയൊരു മികവുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ, അവിടെ വലിയ ശമ്പളം പറ്റുന്ന ജോലികളിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കും. ഇപ്പൊ 2 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു യഥാർത്ഥത്തിൽ പിന്നെ യഥാർത്ഥത്തിൽ അറിവിന് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അതൊരു ചെലവാന്നില്ല നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആ ചെലവ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇവരെ പഠിപ്പിക്കുമ്പോൾ പണ്ടാറക്കാൻ ഇത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിന് യഥാർത്ഥത്തിൽ റിട്ടേൺ കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറെ കാലം കഴിയും. പക്ഷെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അതായത് മുറിയാത്ത ഒരു പിന്നെ പ്രവാഹമായിരിക്കും യഥാർത്ഥമായി ഉണ്ടാക്കുക. ഒരു 5-6 കൊല്ലം കുട്ടിനെ പഠിപ്പിച്ചിട്ട് ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകനൊക്കെ ആക്കുന്ന സമയത്ത് പിന്നീട് എന്തായിരിക്കും ആ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറ. ഇപ്പൊ എന്റെ മക്കളെ എനിക്ക് 5 ആളെയും പിന്നെ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രംഗങ്ങൾ എന്താ കാരണം നമുക്ക് ആ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിവുള്ളത് കൊണ്ട് ഈ പിന്നെ ഓരോരുത്തരും എത്തിക്കേണ്ട സ്ഥലങ്ങൾ അവരുടെ കഴിവനുസരിച്ചിട്ട് നമുക്ക് എത്തിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ എത്തിക്കുക. അപ്പൊ ഇത് നമ്മളൊരു ചെലവായിട്ട് യഥാർത്ഥത്തിൽ എടുക്കണം. ആ ചെലവായിട്ട് ഇപ്പൊ നമ്മൾ പല ഉപകാരമായിട്ട് ഒരു വിവരം കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് വീട്ടിലൊരു പത്രം വെക്കും. ഒരു പത്രത്തിന് പറഞ്ഞാൽ 3,000 റുപ്യ 3.5 റുപ്യാണ്. അപ്പൊ നമുക്കൊരു ജീവിതത്തിൽ ഒരു ദിവസം ചെലവ് 250 റുപ്യ 300 റുപ്യ വരുന്നതിൽ ഈ 3,000 റുപ്യ പറഞ്ഞാൽ ഒന്നുമല്ല.
3,400 പക്ഷേ 3,400 കിട്ടുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഒരു പത്രക്കാരെ സംബന്ധിച്ചോളം ഓൾക്ക് പത്രം വെറുതെ അടിച്ചാൽ തന്നെ 90 പൈസ ലാഭമാണ്. വെറുതെ അടിച്ചു കഴിഞ്ഞാൽ ആർക്കും വിതരണം ചെയ്യേണ്ട, എന്നാൽ തന്നെ 90 പൈസ അവർക്ക് ലാഭം, കാരണം പരസ്യത്തിന് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ചീപ്പായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഒരു പുസ്തകമായിട്ട് നമ്മളെ മുന്നിലെത്തുമ്പോൾ അതിന് 150-200 രൂപ വില എടുത്തിട്ട് വാങ്ങണം. അപ്പൊ അങ്ങനത്തെ കുറെ ഓരോ പത്രങ്ങൾ നിങ്ങൾ ഏത് രൂപത്തിലുള്ള പത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും ആ പത്രങ്ങളിലൊക്കെ ഉണ്ട് വീട്ടിലിങ്ങനെ. അപ്പൊ അത് സ്ത്രീകളൊക്കെ കടമ എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് ചെയ്യണ്ടോ നോക്കാം. അതായത് വിവരമില്ലാത്ത ആൾക്കാരെന്ന് വിചാരിച്ചിട്ട് ആ വിവരമില്ലാത്ത പെരുമാറ്റം പാടില്ല. വിവരമില്ല രൂപത്തിൽ കുട്ടികൾക്ക് അതിന്റെ അങ്ങനത്തെ ഇത് കണ്ടില്ല ചെന്ന് വായിച്ചു നോക്കി, അതിന്റെ കുറിപ്പൊന്നും എഴുതിയിട്ട് അങ്ങനെ ക്രമേണ വീട്ടിലുണ്ടാവുന്ന ആ മാറ്റങ്ങൾ പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതുണ്ടാവും. അപ്പൊ അതിന് നമ്മളൊരു അവസരം ഉണ്ടാക്കുക. ഇപ്പൊ വീട്ടിൽ TV മറ്റുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ TV ദോഷകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കാണും. ഞാൻ ഗുണപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ക്വിസ് പ്രോഗ്രാമുകൾ, ചില ആൾക്കാരായിട്ടുള്ള അഭിമുഖങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതില് നമ്മൾ പറയാനുള്ള കാരണം ഉദാഹരണമായിട്ട് 10-50 വർഷമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, അതായത് ഇപ്പൊ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വിജ്ഞാനത്തിന്റെ കേദാരങ്ങളായി തന്നെ വിജ്ഞാനം ഒരു കാലത്ത് കോർഡോവ പറഞ്ഞ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി വന്നിട്ടാണ് അന്നത്തെ പോപ്പ് ഗ്രിഗറി 6 എന്താണ് പഠിക്കുന്നത്. അതായത് ഇന്ന് ക്രിസ്ത്യൻ ലോകത്തിലെ വലിയ പോപ്പിന്റെ സ്ഥാനം നിങ്ങൾക്കറിയാം. ആ ഒരു പോപ്പ് വന്നത് ഒരു മുസ്ലിം സർവകലാശാലയിലാണ് വിജ്ഞാനം അഭ്യസിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇന്ന് വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാശ്ചാത്യ ലോകങ്ങളെ അനുകരിക്കുന്ന അതേ സന്ദർഭത്തിൽ പണ്ടത്തെ കാലഘട്ടത്തിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് നോക്കാം, നമ്മള് അതായത് പട്ടിക വർഗക്കാരെക്കാളും താഴത്താണ് യഥാർത്ഥത്തിൽ. അവരെ ശതമാനമൊക്കെ 13-14 വരുമ്പോൾ മുസ്ലിമിന്റെ 6-7% ഒരു സ്ഥലങ്ങളിൽ വരുന്നത്. കുറഞ്ഞൊരു മെച്ചപ്പെടലിൽ അത് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ആ കാണുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് നമ്മൾ ഈ സംഗമത്തോട് കൂടിയിട്ട് അതിന് യഥാർത്ഥത്തിൽ ഒരു തുടക്കണം. ആ തുടക്കടാനിലെ എന്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഗൈഡൻസോ ക്ലാസ്സുകളോ നിങ്ങൾ എവിടെയെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് ഞാൻ വരാൻ തയ്യാറാണ്. അതിന് വേറെ നിങ്ങൾക്ക് മുടക്കമൊന്നും ഉണ്ടാവില്ല. ഞാൻ വന്നിട്ട് പോകും. കാരണം എനിക്ക് എൻ്റെ ഒരു സടക്കം എനിക്ക് കുറെ ഈ രൂപത്തിൽ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ട് കുറെ പണം പല സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിൻ്റെ ഒരു സക്കാത്തായിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ക്ലാസ് എടുക്കാനോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് അന്വേഷിക്കണ്ടേ. ഉദാഹരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യേണ്ട പല മേഖലകളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പ്യൂണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്യൂണ് ഇന്ന് ശമ്പളം വാങ്ങണ 6,600 രൂപയാണ്. ഒരു പ്യൂണ് സ്കൂളിൽ ഇപ്പോൾ ഒരു പ്യൂണിന്റെ പണി എന്താ നിങ്ങൾക്കറിയാം. അയാൾക്ക് 6,600 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പുറമെ അതായത് ഇയാൾ പെൻഷൻ പറ്റി കഴിഞ്ഞാൽ ഒരു പെൻഷൻ സംഖ്യ ഇയാൾ പെൻഷനാവുന്ന സമയത്ത് പകുതി കിട്ടും, 5,000 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വൃദ്ധന്മാർ ആര് പരിചരിക്കും? ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവിടെ വലിയ ഇതാണ്. കാരണം ഈ പണവും കാര്യങ്ങളൊക്കെ അതായത് വാപ്പാന്റെ അടുത്തുണ്ട് എന്ന് മനസ്സിലാവുന്ന സമയത്ത് പരിചരിക്കാൻ ധാരാളം ആൾക്കാരുണ്ടോ. പൈസ വരുമാനം സോയിസ് ഉണ്ടെന്ന് കാണുമ്പോൾ പല ആൾക്കാരും വരും. ഇവർക്ക് ഉമ്മാക്കും പാപ്പാക്കും പെൻഷൻ കിട്ടാണ്ട്. അപ്പൊ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ സന്ദർഭമാണ് യഥാർത്ഥമുള്ളത്. ഇത് നോക്കാനില്ലാത്ത കാര്യങ്ങളൊന്നല്ല. ഇതിൽ മുടക്കി കഴിഞ്ഞാൽ ഞാനാകെ കുണ്ടിലിറങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ്. ഒരു ജോലി എങ്ങനെയെങ്കിലും നമ്മൾ എത്തിപ്പിടിച്ചിട്ട് എന്താണ് ഇവർക്ക് വാങ്ങാൻ കൊടുക്കുന്നത്. ഇപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നഷ്ടമായി. നമുക്ക് ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ കുടുംബത്തിലുണ്ടോ. ഉദാഹരണം ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പോൾ റാങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് മുസ്ലിം സമുദായത്തിൽ വന്നു തുടങ്ങി. ഇപ്പോൾ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ എന്താണ് മുസ്ലിം വന്ന സന്ദർഭമാണ് കഴിഞ്ഞ വർഷം. അപ്പൊ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഈ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഇവരൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു മാസ്റ്റർമാരെ അധ്യാപിക ദമ്പതികളുടെ കുട്ടികളാണ് ഇതിൽ വന്നിട്ടുള്ള. നമ്മളൊന്ന് ഡൈജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അധ്യാപക ദമ്പതികളുടെ കുട്ടികളാണ് ഇതിൽ വന്നിട്ടുള്ള 90% ആൾക്കാർ. അല്ലെങ്കിൽ നല്ല ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇത് നമുക്ക് സാധ്യമാണ്. കാരണം നമ്മളത് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും ഉണ്ടാവും. ഇത് ചാനലൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ അധപതിച്ചു പോകാൻ യഥാർത്ഥത്തിലുള്ള കാരണം. അപ്പൊ ഇതിലുള്ള ധാരാളം പുസ്തകങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പൊ അതും നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ അറിവില്ല ഒരാളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ വായിപ്പിക്കുന്ന ഒരു ശീലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പൊ ഗൾഫൊക്കെ ഇപ്പൊ ആണുങ്ങൾ പോകണമെങ്കിലും പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ
ജോലികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പിന്നെ വളരെയധികം അവസരമാണ്. പെണ്ണുങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ ശാക്തീകരിക്കപ്പെടുകയും ചെയ്യും. അവർക്ക് ഒരു അന്തസ്സും അഭിമാനവും സമൂഹത്തിൽ എന്താണ് അതുണ്ടാവുന്ന സമയത്ത് അവരെ പേരിൽ എന്താണ് എല്ലാ കുതിര കയറാൻ ആൾക്കാർ വരില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേതിപ്പോൾ ഒന്നുമില്ലാതെ പോലത്തെ ഒന്നുമില്ലാറുമ്പോൾ ആ രൂപത്തിലൊരു കുതിര കയറലും പിന്നെ അതുപോലെ തന്നെ ഒരു നടപടികളും നമ്മളുണ്ടാകും. അപ്പോൾ പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് നമ്മൾ ശക്തിക്കുന്നത്. കാരണം ഈ സ്ത്രീ പീഡനങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആത്യന്തികമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാ ആൾക്കാരും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു ഈ സീരിയലും മറ്റുള്ള കാര്യങ്ങൾ ടി വിയിൽ ഇങ്ങനത്തെ പരിപാടികൾ വരുന്ന സമയത്ത് അത് കൂട്ടം കൂടിയിട്ട്, അതായത് വീട്ടിലെ എല്ലാ ആൾക്കാരും കൂടി ഇരുന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നല്ല ക്വിസ് പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നുണ്ട്, അതായത് നമുക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും. അപ്പൊ അത് ആ സന്ദർഭത്തിൽ കുട്ടികളെ മനസ്സിലാക്കട്ടെ, നല്ല നല്ല വലിയ വലിയ ആൾക്കാരെ ആയിട്ടുള്ള അഭിമുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് റോൾ മോഡൽ എന്ന് പറയും. എന്താ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മേഖലയിൽ ആത്യന്തികമായിട്ട് എത്തിയിട്ടുള്ള ഒരാൾ. ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ജില്ലാ കളക്ടറെ കൊണ്ടുവരാം. അപ്പൊ ആ ജില്ലാ കളക്ടറെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ, അയാൾ IAS എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ്, അത് അയാൾ പരിചയപ്പെടുത്തി കൊടുക്കുക എങ്ങനെയാണ് അതിന്മേലെത്തിയത്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് എത്താൻ എന്തൊക്കെ വായനകൾ നമ്മൾ നടത്തിയിരിക്കണം. അപ്പൊ അതിപ്പോ നമ്മളിപ്പോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ IAS ആണെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ വലിയൊരു പോസ്റ്റാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ പോസ്റ്റുകൾ നമ്മളൊരു IAS ശ്രമിച്ചു കഴിഞ്ഞാലാണ് അതിന്റെ താഴത്തുള്ള ഏതെങ്കിലും ഘടകങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമാവുള്ളൂ. അപ്പം അങ്ങനത്തെ പല മേഖലകൾ, അതായത് ഇതിന് കോച്ചിങ് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. അതായത് ഇതിന്റെ വിഷയം ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ജോഗ്രഫി GK ജോഗ്രഫി എന്താണ് നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ മേഖലകൾ, അതായത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു PSC പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബ സംഗമം, അതായത് കൂടുതൽ ആൾക്കാർ ഒത്തുചേരുന്ന ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ PSC വന്നിട്ടുണ്ട്, SLC പാസ്സായ ആൾക്കാർക്കുണ്ട്, ITI കഴിഞ്ഞ ആൾക്കാർക്കുണ്ട്, ഇനി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു PSC പരീക്ഷ പോയി എഴുതുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് ജോലി കിട്ടേണ്ട. അപ്പൊ ആദ്യത്തേലൊന്നും നമുക്ക് കിട്ടൂല. ഒരു 4-5 8 എഴുതുന്ന സമയത്തായിരിക്കും ഈ പരീക്ഷ പരിചയപ്പെടുത്തി ആ രൂപത്തിൽ വന്ന് പോകുമ്പോൾ. ഇപ്പൊ ഞാനിവിടെ ഒന്ന് ഉദ്യോഗമുള്ള ആൾക്കാരൊന്ന് അന്വേഷിച്ചു പോകുമ്പോൾ 0.3% നമ്മളെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്ന് ജോലിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ 0.3%. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെട്ടത് ഇവിടെ 12% ഉണ്ട്. 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ 12 ആൾക്കാർ എടുക്കണം. അപ്പൊ നമ്മളുടെ സംഗമത്തിൽ നമ്മൾ കൂടിയ സമയത്ത് നമ്മളെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ 0.3% യഥാർത്ഥത്തിൽ ഇങ്ങനെ സർക്കാർ ജോലിയിലെ. അപ്പൊ സർക്കാർ ജോലി മാത്രമല്ല ലക്ഷ്യം. ഉദാഹരണം ഇപ്പൊ നമ്മള് ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ TTC കോഴ്സുകൾ ധാരാളം തുടങ്ങി. അപ്പൊ TTC കോഴ്സുകൾ ഉള്ള സമയത്ത് ഇപ്പൊ +2 ആണ് അതിന്റെ യോഗ്യത ഉള്ളത്. അപ്പൊ അത് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പല ആൾക്കാർ +2 ഒക്കെ വീട്ടിൽ വെറുതെക്കാണ്. ഇപ്പൊ കൊണ്ടോട്ടി, മഞ്ചേരി ഇതൊക്കെ നമുക്കൊരു 50 പൈസ CT പോയിന്റില് ചെന്നെത്താൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അപ്പൊ അതൊക്കെ കണ്ടെത്തിയിട്ട് അതിനൊക്കെ എങ്ങനെയൊക്കെ പോകും. TTC കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തം ജോലി കണ്ടെത്താൻ 8-10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എഴുതിയിട്ട് അങ്ങനെ കിട്ടും. അല്ലാത്ത സമയത്ത് ഈ കുട്ടികൾ TTC പാസ്സായി കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളെ തന്നെ ഈ ഇതിലൂടെ മെരുക്കിയെടുക്കുമ്പോൾ തനിക്ക് കിട്ടിയ വിജ്ഞാനം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ തന്നെ യഥാർത്ഥത്തിൽ നിന്നുണ്ടാവും മാറ്റങ്ങളുണ്ട്. കുടുംബസംഗമം ഉണ്ടാകാനുള്ള തുടക്കം എങ്ങനെയെന്ന്, ഈ പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിക്കാനുള്ള തുടക്കം എങ്ങനെ എന്ന് ആദ്യമായി വിശദീകരിക്കാൻ വേണ്ടി ഇതിന് മുഖ്യ സംഘാടകനായ അബ്ദുറഹ്മാൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന ജലാപ്പമാര്, എൻ്റെ മുമ്പിലിരിക്കുന്ന വല്യമ്മമാര്, അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, ആങ്ങള, പെങ്ങള് തുടങ്ങിയ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, നമ്മൾ വളരെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ഈ സംഗമത്തിൻ്റെ
ആലോചനകൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അങ്ങനെ ആലോചനകൾ ആരംഭിക്കുകയും തുടർ പ്രവർത്തനങ്ങളുടെ ഫലമായി അവസാനം ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവരെയും വളരെ ആദരപൂർവ്വം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ മുഴുവൻ മാട്ടിൽ ഹൈദർ പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. നമ്മുടെ എല്ലാം ഏക വല്യപ്പ, ഒരു പിതാവ്, ആ പിതാവിന്റെ മക്കളായിട്ട് പിന്നീട് അതിന്റെ മക്കളായിട്ട് വികസിച്ച് ഇന്ന് കാണുന്ന ഈ സമൂഹമായിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം അറിയാതെ അതെന്റെ ആരാണ്, ഇത് എന്റെ ആരാണ് എന്നൊന്നും അറിയാതെ കഴിഞ്ഞു പോകുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരാണ് എന്ന് പരസ്പരം ഒന്ന് അറിയേണ്ടതുണ്ട്. എന്റെ എളാപ്പ എന്ന് പറയുമ്പോൾ അത് ഏത് വഴിക്കുള്ള എളാപ്പയാണ് എന്ന് അറിയേണ്ടതുണ്ട്. മറ്റവർ എൻ്റെ കുടുംബമാണ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, ഏത് നിലക്കാണ് കുടുംബം എന്ന് അറിയേണ്ടതുണ്ട് എന്നൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ആലോചന വരികയും ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നില തുടർന്നാൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ കണ്ണിയേറ്റു പോകുമെന്നും നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നും ആലോചിക്കുകയും അതിന്റെ ഭാഗമായി ഏതാനും ചില ആളുകൾ ആ രംഗത്തേക്ക് മുന്നിട്ടിറങ്ങി. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഗഹനമായി ആലോചന നടത്തിയപ്പോൾ സാമ്പത്തികമായിട്ട് പല മുന്നൊരുക്കങ്ങളും നടത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുമിച്ച് കൂടലുകളും സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് നമ്മുടെ പ്രവാസികളായ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മാട്ടിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് കത്തെഴുതി എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഒന്ന് ഒരുമിച്ച് കൂടിയാൽ പരസ്പരം അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും, സാമ്പത്തികമായിട്ട് അതിന് ചില ചിലവുകൾ വരും, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് കത്തയച്ചു. കത്ത് കിട്ടിയ ഉടനെ അവർ മറുപടി അയച്ചു, നിങ്ങൾ ഒരുങ്ങിക്കോളൂ, ഞങ്ങൾ അതിന് സാമ്പത്തിക സഹായം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറുപടി അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി. അങ്ങനെ പല നിലക്കുള്ള ആലോചനകൾ നടന്നു. അവസാനം 2007 കഴിഞ്ഞ വർഷം മെയ് മാസം 27-ാം തീയതി മാട്ടിൽ മൂസ ഹാജി മകൻ ചെറിയാപ്പു ഹാജിയുടെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് ഓരോ കുടുംബത്തിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ, പുരുഷന്മാരായ വ്യക്തികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടന്നു. ആദ്യമായിട്ടുള്ള സംഗമം അതായിരുന്നു 2007 മെയ് 27. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. കാര്യങ്ങളുടെ ഏതാനും ചുരുക്ക രൂപത്തിലേക്ക് അന്ന് നമ്മൾ എടുത്ത തീരുമാനത്തിലേക്ക് ഒന്ന് വെളിച്ചം വീശുകയാണ്. കാരണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ആവശ്യമാണ് എന്നുള്ള നിലക്ക് ഒന്നാമതായിട്ട് തീരുമാനമെടുത്തു. കുടുംബ ബന്ധം എന്നുള്ളത് നമ്മൾ തമ്മിലുള്ള ഏറ്റവും പവിത്രമായ ബന്ധമാണ്. നമ്മളെല്ലാവരും അത് കാത്തു സൂക്ഷിക്കണം. അതിന് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മളടുത്ത് നിന്നുണ്ടാവാൻ പാടില്ല എന്ന് ഒരു തീരുമാനമെടുത്തു. രണ്ടാമത്തെ തീരുമാനം, നമ്മളടുത്ത് നിന്ന് കുടുംബ ബന്ധമായാലും ശരി, മറ്റു പല പെരുമാറ്റത്തിൽ പല അപമര്യാദകളും വന്നു പോയിട്ടുണ്ട് പലർക്കിടയിലും. കുടുംബബന്ധം പരിഗണിക്കാതെ, എളാപ്പ മൂത്താപ്പ പിതാക്കന്മാരെ പരിഗണിക്കാതെ പല പ്രശ്നങ്ങളും വന്നു പോയിട്ടുണ്ട്. എല്ലാം മറക്കുക, പൊറുക്കുക, ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനവും അവിടെ വെച്ച് നമ്മൾ എടുത്തു.
മൂന്നാമതായിട്ടുള്ള തീരുമാനം, നമ്മൾ കുടുംബക്കാര് ഇവിടെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മതപരമായി പല ഗ്രൂപ്പുകളിലും പങ്കെടുത്തുകൊണ്ട് അംഗങ്ങളായി ജീവിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയപരമായിട്ട് അവനവന് ശരിയാണെന്ന് തോന്നുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കുടുംബാംഗങ്ങൾ മുഴുവൻ. പല രാഷ്ട്രീയ പാർട്ടികളിലും പല മതസംഘടനകളിലും അംഗങ്ങളാണ്. എന്നാൽ അതൊക്കെ അവനവന്റെ കാര്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കുടുംബബന്ധം എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ഐക്യപ്പെടണം. ആ നിലക്ക് നമ്മളെല്ലാവരും യോജിക്കണം. അവനവന്റെ പാർട്ടിയുമായിട്ട് അവനവൻ നടക്കുക, പക്ഷെ കുടുംബമാണ് നമ്മളെല്ലാവരും. ആ നിലക്ക് നമ്മളെല്ലാവരും ഐക്യപ്പെടണം എന്നുള്ള ഒരു തീരുമാനവും അന്നെടുത്തു. നാലാമതായി നമ്മൾ തീരുമാനമെടുത്തു, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുന്നത് നമ്മൾ തമ്മിൽ അറിയാനാണ്. അതെന്റെ ആരാണ്, അത് എങ്ങനെയാണ് എൻ്റെ കുടുംബം എന്നൊക്കെ അറിയാനാണ്, സ്നേഹിക്കാനാണ്, സഹകരിക്കാനാണ്. അല്ലാതെ മറ്റു കുടുംബാംഗങ്ങൾക്കിടയിൽ നമ്മൾ വലിയ ശക്തിയുള്ള ആളുകളാണ്, ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വീടുകളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്ന് തെളിയിക്കാനൊന്നുമല്ല. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒരു വേദി ഉണ്ടാക്കുക എന്ന് മാത്രം. അതല്ല, ശക്തി തെളിയിക്കാനല്ല, സ്നേഹിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഒരു കുടുംബവുമായിട്ട് നമുക്ക് വിദ്വേഷമില്ല. ഭരതക്കാടുള്ള ഇതര കുടുംബങ്ങളുമായിട്ട് നമുക്ക് ഒരു വിദ്വേഷവുമില്ല. നമ്മൾ സ്നേഹിക്കാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കുക എന്ന്, അതും അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്നും അന്ന് തീരുമാനമെടുത്തു. മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ ഇപ്പോ പേര് വായിച്ച് ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ 4 പേരെ ചുമതലപ്പെടുത്തി. അവരുടെ പേരുകളൊക്കെ മുമ്പ് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉന്നതാധികാര സമിതി കാര്യങ്ങൾ ഉന്നതമായിട്ട് തീരുമാനിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കാനുള്ള ആളുകളായിട്ട് അവര് തീരുമാനമെടുത്തു. മാത്രമല്ല, പ്രവർത്തക സമിതി എന്നുള്ള നിലക്ക് 4 പേരെയും അന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതിൽ ഒന്ന് മാട്ടിൽ മണ്ണാറക്കൽ ഹൈദർ എന്നവരുടെ മകൻ മുഹമ്മദ് ഇഷ. അതുപോലെ തന്നെ പാലാട്ടിയിൽ കുഞ്ഞിപ്പോക്കർ മകൻ ഹൈദർ മകൻ മുഹമ്മദ്. അതുപോലെ തന്നെ വീരാൻവല്ല എന്നവരുടെ മകൻ മുഹമ്മദ് എന്ന ബാപ്പു. മാട്ടിൽ മൂപ്പണ്ണി എന്ന മുഹമ്മദ് മകൻ അബ്ദുറഹ്മാൻ. ഇവർ 4 ആളെയും പ്രവർത്തക സമിതി മെമ്പർമാരായി തിരഞ്ഞെടുത്തു. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങി. മാത്രമല്ല, അന്ന് ആ യോഗത്തിൽ നമ്മുടെ പിതാവ് ആരാണ്, ഏക പിതാവ് ആരാണ്, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പിരിഞ്ഞു വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ആ കാര്യങ്ങളൊക്കെ മുതിർന്നവർ നമുക്ക് വിശദീകരിച്ചു തന്നു. മാത്രമല്ല, അന്ന് തീരുമാനമെടുത്തു, എവിടെയാണ് ഈ ബന്ധങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നത് ഒന്ന് അന്വേഷിക്കണം. എവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾ, ആരൊക്കെ എവിടെയൊക്കെയോ താമസിക്കുന്നുണ്ട് എന്നൊക്കെ അന്വേഷിക്കണമെന്നും അന്ന് തീരുമാനമെടുത്തു. ഇനി നമുക്ക് 3 മാസങ്ങൾ കൂടുമ്പോൾ പല വീടുകളിലായിട്ട് നമുക്ക് സംഗമിക്കാം എന്നുള്ള അടിസ്ഥാനത്തിൽ അന്ന് നമ്മൾ യോഗം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2ാം ഘട്ടമായിട്ട് മൊയ്തീൻ മുസ്ലിയാർ മകൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മകൻ MC മൊയ്തീൻ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വാർഡ് മെമ്പർ കൂടിയായ MC മൊയ്തീന്റെ വീട്ടിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടുകയും അന്നേക്ക് നമ്മൾ നമ്മുടെ കുടുംബ പരമ്പര എന്ന് പറയുന്ന സിൽസില എന്ന് പറയുന്ന ഒരു നോട്ടീസ് എല്ലാ പിതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മക്കളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടീസ് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങി. അടുത്ത സംഗമം നമുക്ക് പാലാട്ടിയിൽ കുഞ്ഞിപ്പോക്കർ മകൻ ഹൈദർ മകൻ മുഹമ്മദ് എന്ന ബാപ്പുവിന്റെ വീട്ടിൽ വെച്ച് കൂടാമെന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ കൂടി നമ്മളെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മാത്രമല്ല, നമ്മുടെ സംഗമത്തിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് ഏറ്റ പ്രവാസികളുടെ ഒരു സംഗമം പിന്നീട് നടന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ സംഗമം സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് അവരും ആ യോഗത്തിൽ ഉറപ്പു നൽകി. പിന്നീട് നമ്മൾ വീരാമല മകൻ മാട്ടിൽ ബാപ്പു മുഹമ്മദ് എന്ന ബാപ്പുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. നമുക്ക് സംഗമത്തിന്റെ ഈ കൂടിയിരിക്കുന്ന യോഗത്തിന്റെ തീയതി മെയ് 3, 4, 2008 മെയ് 3, 4 എന്നീ തീയതികൾ നടത്താമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി 33 അംഗ സ്വാഗത സംഘവും നമ്മൾ രൂപീകരിച്ചു. അങ്ങനെ അതിനുശേഷം
മാട്ടിൽ അലവി മകൻ വീരാനാജി എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ യോഗം ചേർന്നിട്ട് നമ്മൾ പല കമ്മിറ്റികളായിട്ട് തിരിഞ്ഞു. നമ്മുടെ ഈ യോഗം വിജയിപ്പിക്കാൻ, സംഗമം വിജയിപ്പിക്കാൻ ആവശ്യമായ 11 ഇനം കമ്മിറ്റികളായിട്ട് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ ഓരോ കമ്മിറ്റിയുടെ അടുത്തുകൂടി ചെറിയ ഒരു സഞ്ചാരം നടത്തുകയാണ്. ചെയർമാനും അതുപോലെ തന്നെ കൺവീനറുമായിട്ട് ഒരു വിഭാഗം ആളുകൾ, മാത്രമല്ല അത് ഭരണം നടത്താൻ, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി, മൂന്നാമതായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഒരു സാമ്പത്തിക കമ്മിറ്റി, ആളുകളെ കാണാനും പണം വാങ്ങാനും ഒക്കെ. സാമ്പത്തിക കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ആ സാമ്പത്തിക കമ്മിറ്റിയുടെ പിരിവ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ പിറകുവശത്ത് ഗേറ്റിന്റെ അടുത്ത് അവര് നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പരമാവധി ഉദ്ദേശിച്ചു വന്ന ആളുകളൊക്കെ ആ കാര്യത്തിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് പ്രചരണം ക്ഷണം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. ഈ കമ്മിറ്റി വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതായത് കുടുംബപരമായിട്ട് എവിടെയൊക്കെ നമ്മുടെ ആളുകൾ താമസിക്കുന്നുണ്ട്, എവിടെയൊക്കെ നമ്മളെ മക്കളെ കെട്ടിച്ചയച്ചിട്ടുണ്ട്, അവിടെയെല്ലാം സഞ്ചരിച്ചുകൊണ്ട് ആളുകളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. അപൂർവം ചില ആളുകളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തും വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മാത്രമല്ല പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുന്ന ആ പേരിൽ നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഇന്ന് ഇവിടെ ഇന്നലെയും ഇന്നുമായി എന്തൊക്കെ നടക്കണം എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്തു. ആ രൂപത്തിലൊക്കെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു പോരുന്നുണ്ട്. പല വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആറാമതായിട്ട് സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ആളുകളോട് ഇവിടേക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ പറഞ്ഞു. കഴിവിന്റെ പരമാവധി എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരാണ്. ഇവിടെ ആരും അതിഥികളായിട്ട് ആരും വന്നിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള അസൗകര്യങ്ങളുടെ പേരിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നറിയിക്കുന്നു. മാത്രമല്ല ഏഴാമതായിട്ട് ബുള്ളറ്റിൻ ആൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതായത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം, എല്ലാ വീട്ടിലും സൂക്ഷിക്കാൻ പറ്റിയ ഒരു പുസ്തകം, ആളുകളുടെ ഫോട്ടോ സഹിതമുള്ള, അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ സൗകര്യമുള്ള ഒരു സംവിധാനമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ബുള്ളറ്റിൻ ആൻഡ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ബുള്ളറ്റിൻ ഇറക്കുമ്പോൾ കുടുംബാംഗങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി അന്വേഷണം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് നൽകുന്ന, പ്രത്യേകിച്ചും കുടുംബത്തിലുള്ള 75 വീടുകൾക്ക് ഓരോ കോപ്പിയും പിന്നീട് പ്രധാനമായി ആവശ്യമുള്ള ആളുകൾക്ക് ഓരോ കോപ്പിയും നൽകുന്ന രൂപത്തിൽ ഒരു 350 കോപ്പി പുസ്തകം നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും കുടുംബ സംബന്ധമായി നമ്മൾ എത്ര വീടുകളുണ്ട്, ഓരോ വീടുകളുടെയും ഫോൺ നമ്പർ സഹിതം, പേര് സഹിതം, സ്ഥലം സഹിതം, ഓരോ വല്യപ്പമാരുടെയും മക്കളായ താമസിക്കുന്നു, വിവാഹം കഴിച്ചു കൊണ്ടുള്ള ഒരു ഇറക്കിയിട്ടുണ്ട്. വീടുകൾക്കും ഓരോ വീടിനും ഓരോ കോപ്പി, പിന്നീട് അത്യാവശ്യമുള്ള ആളുകൾക്ക് ഓരോ കോപ്പി. ഇത് നമ്മൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യും. ബുള്ളറ്റിൻ ആൻഡ് സ്റ്റുഡിയോ കമ്മിറ്റി. മാത്രമല്ല ബുള്ളറ്റിൻ ആൻഡ് സ്റ്റുഡിയോ കമ്മിറ്റി മറ്റൊരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഈ പരിപാടി ഇത് നമ്മൾ കാസറ്റിലാക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ പരമാവധി നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതും കുടുംബ വീടുകൾ അഡ്രസ് സഹിതം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്, വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതും സഹിതം 2 or 3 ഡിസ്കുകൾ, കാസറ്റുകൾ CD പ്ലെയറിലിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള അതും നമ്മൾ ഈ സംഗമത്തിന് ശേഷം, ഈ സംഗമത്തിന്റെ പരിപാടിയും അതുപോലെ തന്നെ ഫോട്ടോകളും വീടുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാനുള്ള ശ്രമം ഇവിടെ വിതരണം ചെയ്യും. അങ്ങനെ ഇവിടെ പരിപാടി നടത്തണമെങ്കിൽ സർക്കാർ നിയമങ്ങൾ സംഘം
ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നും ഒരു പഠിച്ചു നമുക്ക് മുന്നോട്ട് നീങ്ങാം. കൂടുതൽ സൗകര്യങ്ങൾ വിപുലമായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ആലോചിക്കാം എന്നറിയിക്കുക. 10ാമതായിട്ട് വളണ്ടിയർ എന്നുള്ള ഒരു കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അവരും അവരുടെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 11ാമതായിട്ട് സ്വീകരണം. ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്വീകരണ കമ്മിറ്റി, അത് നമ്മുടെ പ്രായം ചെന്ന ഈ 4 പേരെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അങ്ങനെ വിപുലമായ തോതിൽ ഈ പരിപാടി ആഘോഷപൂർവ്വം കൊണ്ടു നടക്കാൻ തന്നെയാണ് നമ്മൾ അങ്ങനെ തീരുമാനമെടുത്തത്. അങ്ങനെ ഇന്ന് ഇവിടെ നമ്മൾ ഈ കാണുന്ന പരുവത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും അറിയാനും മറ്റൊന്നിനും വേണ്ടിയല്ല. അതെൻ്റെ ആര്, ഇതെൻ്റെ ആര്, കുടുംബപരമായിട്ട് നമുക്ക് അറിയണം, സ്നേഹിക്കണം, സഹായിക്കണം. മാത്രമല്ല ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇതൊരു തുടക്കമാണ് എന്ന് കരുതിക്കൊണ്ടുമായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ. ഇന്ന് നമ്മളെല്ലാവരും പരസ്പരം അറിയുക. പിന്നീട് പരസ്പര ബന്ധത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ തീരുമാനമെടുക്കാം. അതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇന്ന് ഇവിടെ ഹാജരാവാൻ കഴിയാത്ത, എത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അവരുടെ അസൗകര്യങ്ങൾ ന്യായമായിട്ടും കരുതാം എന്നുള്ളത് പറയുന്നതിന് കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാം എന്ന് നമുക്ക് പ്രോത്സാഹനം നൽകിയ ഇതിൻ്റെ സജീവ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ ഇന്ന് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ ഫോൺ വിളിക്കുകയാണ്, എവിടെ എത്തി, എന്തായി. ഇന്നലെ രാത്രി അവർ ചോദിച്ചു, ഇവിടെ നടക്കുന്ന പരിപാടികൾ പെട്ടെന്ന് ഇന്റർനെറ്റ് മുഖേന കിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം നിങ്ങൾ ചെയ്യുമോ? സാമ്പത്തികമായിട്ട് എന്ത് ചെലവ് ഞങ്ങൾ വഹിക്കാം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ വരെ അവർ പറഞ്ഞു. പക്ഷേ ഇലക്ട്രോണിക് പരമായ അസൗകര്യമുള്ളത് കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സലാം നിങ്ങളോട് പറയാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഇവിടെ സ്ഥല സൗകര്യം നമുക്ക് ചെയ്തു തന്ന നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ള വിവരം അറിയും. മാത്രമല്ല നമ്മുടെ വശത്തുള്ള വീട് കാര്യപറമ്പ മുഹമ്മദ് ഇഷ എന്നവരുടെ വീടാണ് നേരെ പിറകു വശത്തുള്ളത്. കുടുംബം മറ്റൊരു കുടുംബമാണെങ്കിലും പരമാവധി നമുക്ക് അവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതും നമ്മൾ ഇവിടെ എടുത്തു പറയുകയാണ്. മൊത്തത്തിൽ ചുരുക്കി പറയുകയാണ് കാര്യങ്ങൾ. സൗകര്യങ്ങളിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സിൽസിലാപരമായി പരമ്പര എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് വിവരിക്കും.